വെൽക്കം ബാക്ക് ടു ഗൈസ്. അപ്പോൾ നമുക്കൊന്നൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ കീ സെറ്റ് പോയെന്ന്. കീയിൽ ഓണാക്കിയാലും നമ്മുടെ വണ്ടിയിലും ഓൺ ആവുന്നില്ല. കണ്ടോ, കീ ഒന്ന് ചെറുതായിട്ടൊക്കെ അനക്കി കൊടുത്താൽ മാത്രമേ ചിലപ്പോഴൊക്കെ ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്കിത് കീ സെറ്റ് എങ്ങനെ ഫുൾ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഊരണം. ഹെഡ്ലൈറ്റ് ഊരാൻ വേണ്ടി നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ 10-ൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. അത് നമുക്ക് ഊരിയാലാണ് നമുക്ക് ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ കീ സെറ്റ് മാറാൻ വേണ്ടി ഇതിൻ്റെ മീറ്ററും കൂടി അഴിക്കുന്നുണ്ട്. നമുക്കതിന് ഒരു 10-ൻ്റെ സ്പാനറാണ് വേണ്ടത്. ഇത് കറക്റ്റാണ്. നമുക്ക് ഈ 3 സ്ക്രൂ വരണം. 1, 2, 3 ഇതിൻ്റെ അടിയിലും കൂടി വരണുണ്ട്. ഈ 3 സ്ക്രൂ വരി കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ അയച്ചെടുക്കാം. പിന്നെ മീറ്ററിൻ്റെ ഇവിടുത്തെ ഈ കപ്ലറും കൂടി പിടിച്ചെടുക്കണം. നമുക്കത് വീട്ടിട്ട് മീറ്റർ വരാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടി ഞാൻ ഈ വിരൽ വെച്ചേക്കണ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന 8x2 അലങ്കി ബോൾട്ട് ഉണ്ട്. നമുക്കത് രണ്ടും ഊരിക്കഴിഞ്ഞാൽ നമുക്ക് കീ സെറ്റ് അവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കീ സെറ്റിൻ്റെ കണക്ടറും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കീ സെറ്റ് അവിടെ നിന്ന് നേരെ നൈസായിട്ട് അങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. എൻ്റെ ഇതിൽ കൂടുതലും കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചാൻസ് വന്നത് ഇതിൻ്റെ താക്കോലിടുന്ന ഭാഗത്ത് ഇവിടെ നമുക്കൊരു ഇത് വരും, കവറിങ് ആയിട്ട് വെള്ളം കയറാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഇത് വരും. എൻ്റെ കയ്യിൽ അത് കുറേ നാളായിട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ പിന്നെയും റെഡിയാക്കിയിട്ട് കുറച്ചുകൂടെ ഓടിച്ചായിരുന്നു. അത് വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ടാണ് ഞാൻ പിന്നെ മാറ്റണം. ഇതിൽ OE പാർട്സാണ് ഉപയോഗിക്കുന്നത്. ഹീറോൻ്റെ ജെനുവൻ പാർട്സായ ഇമ്പൾസിൻ്റെ ലോക്ക് സെറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൽ വരുന്നത് ഈ പുതിയ കേസെറ്റ് ഉണ്ട്. അതിൻ്റെ പുതിയ കേസെറ്റ് നമുക്കിതിൽ ആ ഒരു ലോക്കിങ് വരുന്നുണ്ടോ, വെള്ളം കയറാണ്ടിരിക്കാനായിട്ടുള്ള നമുക്കൊരു ഇത് വരുന്നുണ്ട്. ഞാൻ വരുന്നത് നമുക്ക് താക്കോല് ഒരു സ്പെയർ കീ വരുന്നുണ്ട്. മാറ്റി വയ്ക്കാം. നമുക്ക് വരുന്നതാണ് നമ്മുടെ ഹെൽമെറ്റ് ലോക്ക് ചെയ്യാനുള്ള ഇതാണ്. നമ്മുടെ സൈഡിലായിട്ട് വരുന്നില്ലേ, ലെഫ്റ്റ് സൈഡിൽ. ഞാനത് കാണിച്ചു തരാം സൈഡിലും. പിന്നെ നമുക്ക് വരുന്ന യൂട്ടിലിറ്റി ബോക്സിൻ്റെ ലോക്കാണത് വരുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡ് ലോക്ക്. നമുക്ക് പഴയതിൽ നമുക്ക് ഈ ഹീറോ ഹോണ്ടയുടെ കീ സെറ്റ് ഇതിൽ കിടക്കണത് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പുതിയതിൽ ഹീറോ എന്നുള്ള ഒറ്റ ബ്രാഞ്ചിങ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഹാൻഡിൽ ലോക്കിലോട്ട് കയറിപ്പോകുന്ന മോശം. അപ്പോൾ കീ സെറ്റിൻ്റെ മേളിൽ നമുക്കൊരു ക്ലാമ്പ് വരുന്നുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന കൂട്ടാണ് നമുക്ക് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് 2 ബോൾട്ട് താഴെ കീ സെറ്റിൽ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ പറ്റും. നമ്മുടെ ഹീറോ ഇമ്പൾസിൻ്റെ പാർട്സ് നമുക്ക് എല്ലായിടത്തും കിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ മിണ്ടയുടെ നമുക്ക് വരുന്നുണ്ട് കീ സെറ്റ്. അതിന് 973 രൂപ ആവുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് വെച്ചത്. എനിക്കിതിന് 1650 രൂപ ആളായി. ഈ ഒരു കണക്ടർ ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. ഇതെന്താണ് മെയിനിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഫോഗ് ലൈറ്റ്, ഹസാർഡ് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരുപാട് വയർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി എളുപ്പത്തിനായിട്ടാണ് ഇതുപോലത്തെ ഒരു കണക്ടർ കൊടുത്തേക്കുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ടേപ്പ് അടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്കിങ്ങനെ മുകളിലോട്ട് പുള്ളി ചെയ്യാൻ പറ്റും. പുള്ളി ചെയ്തിട്ട് ഈ കേബിൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇൻസെർട്ട് ആക്കുക. എന്നിട്ട് ഇത് ഈ ലോക്ക് താഴത്തോട്ട് ആക്കിയാൽ മതി. ഈ കേബിൾ അവിടെ ലോക്കായി. അത് വേണ്ടെന്ന് വെച്ചാലും ഊരി മാറ്റാം. വേണ്ട, ഇതേപോലെ ഹോൾഡ് ഉണ്ട്. ഇവിടെ കേബിൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇത് വലിച്ചാലും ഒന്നും പോരത്തില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഇത് കേബിൾ റിലീസ് ആക്കണമെങ്കിലും ഇതിങ്ങനെ പ്രസ് ചെയ്യുക, വലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം. ജസ്റ്റ് ലോക്കാക്കിയാൽ മതി.
നമുക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗൈസ് നമുക്കിനി പഴയ ടാങ്കിൻ്റെ ലോക്കും കൂടി മാറ്റാനായിട്ടുള്ളൂ. അത് ജസ്റ്റ് പഴയ താക്കോൽ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തോടെ ആയിരിക്കും നമ്മുടെ ലോക്ക് വരുന്നത്. നമുക്ക് അവിടെ ലോക്കായിട്ട് വരുന്നില്ല. ടാങ്കിന്മേൽ തന്നെ ലോക്കിംഗ് ആയിട്ടുള്ള സെറ്റപ്പ് അല്ല നമുക്ക് ഇമ്പൾസിലുള്ളത്. ലോക്ക് മൊത്തത്തോടെ ആയിട്ട് വരും കയ്യിൽ. അപ്പോൾ നമുക്ക് പുതിയത് എടുത്തിട്ട് നേരെ സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ടൂൾ ബോക്സിൻ്റെ ലോക്കാട്ടോ. അതിപ്പോൾ ഈ ലോക്ക് താഴെ നിന്ന് ഇട്ടിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് അവിടെ ഒരു വെട്ടുണ്ട്, ഒരു ലോക്കിങ് ആയിട്ട് കറക്റ്റായിട്ട് നിൽക്കും. ആ ഒരു പൊസിഷനിലാണ് നമുക്ക് ആ ലോക്ക് പിടിപ്പിക്കേണ്ടത്. പിന്നെ ഇനി ഇതിൻ്റെ ലോക്ക് ഇടണം. ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് അകത്തോട്ട്. അപ്പോൾ ആ ലോക്ക് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞുള്ളത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ലോക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിൽ ആ ഒരു ബോൾട്ട് ഒന്ന് നോസ് പ്ലെയറിന് ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. അതവിടെ സെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ ഇമ്പൾസിൻ്റെ ആയിട്ടുള്ള കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് കീ സെറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാം പക്കയായിട്ട് വർക്കുണ്ട്. ഓണും ഓഫും നമുക്കെല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട്.